ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊലഹത്താണ്. റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് കാവന്നൂർ, മലപ്പുറം ജില്ലയിലെ അരീക്കോടിൻ്റെയും മഞ്ചേരിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് കാവന്നൂർ എന്ന സ്ഥലം. കാവന്നൂർ ടൗൺ, ആ ടൗണിലാണ് എൻ്റെ സ്ഥാപനം കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ഇലക്ട്ര 5 സ്പീഡ് സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തെറ്റിദ്ധരിക്കരുത്. കാരണം എഞ്ചിനൊക്കെ കറക്റ്റ് ഇലക്ട്ര തന്നെയാണ്. ഇലക്ട്ര സ്റ്റാൻഡേർഡ് കൺവേർട്ട് ചെയ്യുന്ന കുറച്ച് ഒരു വെറുതെ പൈസ മുടക്കുക എന്നുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. ടൈമിങ് കാര്യം, ഫേസിങ് കാര്യം, ഹോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഇട്ടിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ചിലവ് കൂടുന്നു. അതിനകത്തെ കാര്യം ചിന്തിക്കരുത്. കാരണം ഇലക്ട്ര എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം മനസ്സിലാക്കിയത്? ഇലക്ട്രോണിക് സ്റ്റാർട്ടിംഗ് എന്നുള്ളതാണ് കേട്ടോ. അതായത് പ്ലാറ്റിനം പോയിന്റ് ഇല്ലാത്ത രീതിയിൽ ഇലക്ട്രോണിക് CD യൂണിറ്റ് TC യൂണിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് ഇലക്ട്ര എന്ന് പറയുന്നത്, ഇലക്ട്രോണിക്സ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു എന്നുള്ളതാണ്. കംപ്ലീറ്റ് റീപ്ലേസ് ആണ്, ലെഗ് അസംബ്ലി റീപ്ലേസ് ആണ്. BS4 സ്റ്റാൻഡേർഡ് ലെഗ് അസംബ്ലി ഇട്ടേക്കുന്നത്. ഫ്രണ്ട് മഡ്ഗാർഡ് സ്റ്റേ, കവർ ട്യൂബ്, ബാക്കിലെ മഡ്ഗാർഡിന്റെ സ്റ്റേ, ബാക്കിൽ നമ്പർ പ്ലേറ്റ്, അതിന്റെ എല്ലാ കാര്യങ്ങളും റീപ്ലേസ് ചെയ്തിട്ട് ഗിയർ ബോക്സ് ഓവറോൾ ചെയ്ത വണ്ടിയാണ്. ഗിയർ ബോക്സ് ഓവറോൾ ചെയ്തിട്ട് ഗിയർ ബോക്സ് ലേഷാഫ്റ്റ് കമ്പനി, ഗിയർ ബോക്സ് ക്ലച്ച് ഒക്കെ ഓവറോൾ ചെയ്ത് എല്ലാ വർക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് റിമ്മ്, സ്പോക്സ്, വീൽ സെറ്റ് കംപ്ലീറ്റ് ബ്ലാക്കിലേക്കാണ് മാറ്റിയേക്കുന്നത്. വീല്, റിമ്മ് കംപ്ലീറ്റ് പുതിയത്, ഒക്കെ പാർട്സ് വെച്ച് ചെയ്ത്. പിന്നെ പെയിന്റിങ് നമ്മൾ കമ്പനി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ റീപെയിന്റ് ചെയ്യും. കാരണം അതിന്റെ അത്രയും പാർട്സിന് കുറച്ചൊരു ക്വാളിറ്റി കുറവായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിലവിൽ റോയൽ എൻഫീൽഡിന്റെ പാർട്സുകൾ കുറച്ച് ക്വാളിറ്റി ചെക്കിങ് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് കമ്പനിയിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ വളരെ ബാക്ക്വേർഡാണ്. സ്പെയറിന്റെ കാര്യത്തിൽ, സ്പെയറിൽ വരുന്ന പാർട്സിന് ഒരു പെയിന്റിംഗ് മീൻസ് വളരെ കുറവായിട്ട് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ആ സാധനം വാങ്ങിച്ചിട്ട് റീപെയിന്റ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, അപ്പൊ ഈ കംപ്ലീറ്റ് വണ്ടിക്ക് വന്ന് എനിക്ക് കസ്റ്റമറിന് വന്ന എക്സ്പെൻസ്, എൻ്റെ അടുത്തേക്ക് വന്ന ടോട്ടൽ ബില്ല് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് പിൻ ടു പിൻ റീസ്റ്റോറേഷൻ വന്ന കോസ്റ്റ് എന്ന് 78,000 രൂപയാണ് കേട്ടോ. കംപ്ലീറ്റ് ഈ ഒരു വണ്ടി ഈ രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സെൽഫ് സ്റ്റാർട്ട് വർക്കിംഗ് അല്ലായിരുന്നു. സെൽഫ് സ്റ്റാർട്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് ബാറ്ററി എല്ലാം റീപ്ലേസ് ചെയ്ത് 78 രൂപയാണ് ചെലവ് വന്ന്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.